വനമേഖലയിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള വനം വകുപ്പിന്റെ സ്വയം സന്നദ്ധത പുനരധിവാസ പദ്ധതി അട്ടിമറിക്കുന്നതായി പരാതി. അരുവാപ്പുലം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകൾ ഉൾപ്പെടുന്ന കൊക്കാത്തോട്, അപ്പൂപ്പൻതോട്, നീരമാക്കുളം, നെല്ലിക്കപ്പാറ, കാട്ടാത്തി, വയക്കര പ്രദേശങ്ങളിൽ താമസിക്കുന്ന 185ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണിത്. വനാതിർത്തിയിൽ താമസിക്കുന്നവർ, വന്യജീവികളുടെ ശല്യത്താൽ ദുരിതമനുഭവിക്കുന്നവർ എന്നിവർ തങ്ങളുടെ പട്ടയഭൂമി വനം വകുപ്പിന് കൈമാറി ഭൂമിക്ക് വില നൽകുന്നതാണ് പദ്ധതി. താമസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടയഭൂമി വനം വകുപ്പ് ഏറ്റെടുത്ത ശേഷം ആദ്യ ഗഡു അനുവദിക്കും. പിന്നീട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പൊളിക്കുന്ന സമയത്ത് ബാക്കി തുകയും നൽകും. 77 എണ്ണത്തിന്റെ പരിശോധനകൾ നടന്നു. എന്നാൽ സ്ഥലം MLA-യുടെയും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയും നേതൃത്വത്തിലുള്ള റീജിയണൽ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക നേതാക്കൾക്കും പദ്ധതിയോട് എതിർപ്പാണ്. പദ്ധതി നടപ്പാകാതിരിക്കാൻ യോഗങ്ങളിൽ ഈ നേതാക്കൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആന, കടുവ, പന്നി, കുരങ്ങ് എന്നിവയുടെ നിരന്തരമായ ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുവാനോ താമസിക്കുവാനോ കഴിയാത്ത സാഹചര്യമായതിനാലാണ് പദ്ധതിയിൽ അപേക്ഷ നൽകിയതെന്ന് പ്രദേശവാസികളായ KD ജോർജ് കുട്ടി, ശൈലജ സുരേഷ്, സുരേഷ് കുമാർ, ഓമനക്കുട്ടൻ നായർ, സാവിത്രി ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ റീജിയണൽ മീറ്റിംഗ് എന്നുള്ള ഒരു കടമ്പ വന്നപ്പോൾ ഒരു വർഷത്തിന് ശേഷം അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ ഇതിനോടൊരു അലംഭാവം കാട്ടുകയും ഞങ്ങൾ ആകെപ്പാടെ ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിലേക്ക് വന്നു. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്, അല്ലെങ്കിൽ ഞങ്ങളെ കാട്ടുമൃഗങ്ങൾ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ ഈ കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരാളെ ആന കടുവ കടിച്ച് കൊല്ലുകയും അദ്ദേഹത്തിന്റെ സ്ഥിതി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ പ്രദേശത്താണ് റോഡ് മറ്റൊന്നും തന്നെ ഇല്ല. ഏകദേശം ഞങ്ങൾ അപ്പൂപ്പൻതോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പൂപ്പൻതോട് എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും ഒരു 4 വശം മരത്താൽ ചുറ്റപ്പെട്ട് യാത്രാ സൗകര്യവും മറ്റൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. വിദ്യാഭ്യാസ, കാർഷിക ആവശ്യങ്ങൾക്കെടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ഇടുക്കി, വയനാട്, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കോന്നി DFO ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അവർ പറഞ്ഞു. നവകേരള സദസ്സിൽ പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.